ചായ എടുത്തോളൂ. കൃഷ്ണമൂർത്തി സാറിന് എന്റെ പിറന്നാൾ ആശംസകൾ. വളരെ നന്ദി സുമതി. സുജാത മാഡം. തന്നേക്കൂ. ശരി, പോയി ഫ്രഷ് ആയിട്ട് വരൂ. അടിപൊളി. ഈ പ്രിയങ്ക കൈവച്ച ഏതൊരു കാര്യവും അടിപൊളിയായിട്ട് മാറും. ആക്ച്വലി പ്രിയങ്ക എന്ന ഈ ഞാൻ ഒരു അത്ഭുതം തന്നെയാണ്. പ്രിയ. അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു മോളെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. അച്ഛനോട് നിൽക്ക്. എന്താ മോളെ ഇത്? അത് അച്ഛന് ദൃഷ്ടി ഒഴിയാൻ വേണ്ടിട്ടാ. അതെയോ? അയലത്തെ ദൃഷ്ടി, സ്നേഹിതരുടെ ദൃഷ്ടി, അമ്മയുടെ ദൃഷ്ടി, ചേച്ചിയുടെ ദൃഷ്ടി, ഒരു ദൃഷ്ടി എന്റെ അച്ഛനെ ഏക്കരുത്. ഞങ്ങളുടെ ദൃഷ്ടിയോ? അതെ. നോക്ക്, എന്റെ അച്ഛന് നിങ്ങളുടെ ദൃഷ്ടിയാ കൂടുതല്. ഇവളെ പിങ്കി എന്നല്ല വിളിക്കേണ്ട, മങ്കിന്നാ. അച്ഛാ, എന്റെ അച്ഛൻ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കണം. താങ്ക് യു മോളെ. വാ അച്ഛാ, ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും മോളെ. ഭഗവാന്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങള് അച്ഛനും അമ്മയും മാത്രമല്ല, നമ്മുടെ ദൈവവും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ അനുഗ്രഹിക്കണം. ഈ പിങ്കിയാളും ഇടിക്കുക കേട്ടോ. കുമാരസ്വാമി ലോകം മുഴുവൻ ചുറ്റി വരുന്നതിന് മുന്നേ ഗണപതി അച്ഛനെ അമ്മയെ പ്രദക്ഷിണം വെച്ചതുപോലെ അവളുടെ ചിന്ത മുഴുവനും അവളുടെ അച്ഛനെ ചുറ്റിപ്പറ്റി തന്നെയാ. അച്ഛനെ ചുറ്റിപ്പറ്റി തിരിയുന്നതൊക്കെ ഓക്കെ, പക്ഷേ നമ്മളെ തള്ളി മാറ്റിയല്ലേ അവള് തിരിയുന്നത്. അയ്യോ, തള്ളി മാറ്റുന്നവരെ നോക്കി നിൽക്കാതെ നിങ്ങളായിട്ട് മാറി തന്നാ എന്റെ ജോലി എളുപ്പാവില്ലേ? അച്ഛാ, ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് മോളെ. നീ ചെയ്ത അലങ്കാരത്തിനെ കുറിച്ച് കുറ്റം പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? വളരെ നന്നായിട്ടുണ്ട് മോളെ. പുളുവടിക്കാൻ അവളും വിശ്വസിക്കാൻ നിങ്ങളും. രാധിക രാത്രി കഷ്ടപ്പെട്ട് ഇത് ചെയ്തപ്പോ അവസാനം സ്വന്തം പേര് മാത്രം അവിടെ എഴുതി വെച്ച് ക്രെഡിറ്റ് മൊത്തം അവള് കൊണ്ടുപോയി. നോക്ക്, എങ്ങനെ പഠിച്ചു എന്നല്ലമ്മേ, എത്ര മാർക്ക് വാങ്ങി, അതാണ് പോയിന്റ്. നീ ഒന്ന് മതിയാക്ക്, ഞങ്ങളെ ആശീർവദിക്കു അച്ഛാ. ദീർഘായുഷ്മാൻ ഭവ. ഉടൻ തന്നെ നല്ല വിവാഹ ജീവിതം ഉണ്ടാകട്ടെ രാധിക മോളെ. എന്താ ഇത്? ഉടൻ തന്നെ വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ നാണം വരുന്നുണ്ടല്ലോ. ഒച്ച വെക്കാതെ. ഒച്ച വെച്ചാലും ഇല്ലെങ്കിലും ചേച്ചിയുടെ മുഖം നല്ലപോലെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. മതി മതി അച്ഛാ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? Happy birthday to you. Happy birthday to you. May God bless you, dear Acha. എനിക്ക് വേണം അച്ഛാ. എനിക്ക് ആദ്യം താ അച്ഛാ. എനിക്ക് ആദ്യം താ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. താങ്ക് യു മോളെ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അച്ഛാ, നമുക്കൊരു സെൽഫി എടുത്താ? ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കാതെ ഫ്രീ ആയിട്ട് നിൽക്ക്. പിന്നെങ്ങനെ വേണ്ടേ? എന്താ ഇതൊക്കെ? അല്ലല്ല, ഇങ്ങനെ ചിരിച്ചു നിൽക്ക്. സ്മൈൽ. നിങ്ങളുടെ അമ്മാവനാ? അമ്മാവാ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നോ?
അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ ഇത് പുറപ്പെട്ടു കഴിഞ്ഞു. അതിനെന്താ മോളെ, നിന്റെ വികൃതികൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കല്ലേ. നമ്മൾ ഇന്ന് രാത്രി തന്നെ പുറപ്പെടുവോ അമ്മാവ? അളിയാ, ഞാൻ താലി പൂജിക്കാനായിട്ട് അമ്പലത്തിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. വന്നവിടെ ഞാൻ ഇവരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. അതല്ല ശരിയാളിയാ. എന്താന്ന് വെച്ചാല് നിങ്ങൾ മാത്രം പെട്ടെന്ന് വരാൻ നോക്കണം. കൃത്യസമയത്ത് വന്നിരിക്കും അളിയാ. ശരിയാളിയാ. അച്ഛൻ ഇന്ന് നല്ല ഹാപ്പി മൂഡിലുള്ളത്. ഇതാ പറ്റിയ സമയം. അച്ഛന്റെ കൂടെ പോകുമ്പോ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും പറയണം. എങ്ങോട്ടേക്കാ? പുറത്തേക്ക്? അതെ, പുറത്ത് എങ്ങോട്ടേക്കാന്ന്? പുറത്ത് പോകുമ്പോ എവിടേക്കാണെന്ന് ചോദിക്കരുത്. ഓഹോ, അതെയോ? നീ പുറത്തേക്ക് പോവുകയാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാണെന്ന് നീ പറയണ്ടേ? ഇത് രാധികയുടെ വണ്ടിയാണെന്ന് നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ ശരി ശരി, നീ പുറപ്പെട്ടോ. ഞാനും അച്ഛനും കൂടി നടന്നു വന്നോളാം. നീ വേണമെങ്കിൽ നടന്നോ. അച്ഛനെ എന്തിനാ നടത്തിക്കുന്നേ? വരൂ അച്ഛാ, അച്ഛനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. എന്തിനാ മോളെ? അമ്പലം ഇവിടെ വളരെ അടുത്ത് തന്നെയല്ലേ. നീ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോ. പ്രിയങ്ക, നീ പൊയ്ക്കോളൂ. ഞാനും അച്ഛനും കൂടി നടന്നു വന്നോളാം. വണ്ടിയുടെ സ്ഥലമുള്ളപ്പോ രണ്ടുപേരും നടന്നു പോവാന്നോ? അച്ഛനിക്ക് വന്നേ. ഇവിടെ ഇതും പറയും ഇതിനപ്പുറവും പറയും. ഞാൻ അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളാം. മോളെ, ഇവള് വിടുന്ന ലക്ഷണമില്ല. ശരി, വാ. ബൈ ബൈ മോളെ. ഇതിനേക്കാളും നല്ലൊരു അവസരം മറ്റൊരു ദിവസം കിട്ടാതിരിക്കില്ല. പ്രിയ, ഇവിടെ ഒന്ന് നിർത്തിയ മോളെ. ആ, ഇവിടെയോ? ആ. ഞാൻ അവിടെ ഇറക്കാം അച്ഛാ. വേണ്ട മോളെ, അവിടെ ഇറക്കിയിട്ട് നീ എന്തിനാ തിരിച്ചു വരുന്നേ? ഇവിടുന്ന് ഞാൻ നടന്നു തന്നെ പൊയ്ക്കോളാം. നീ പൊയ്ക്കോ. ശരി അച്ഛാ, സൂക്ഷിക്കണേ. നീ കട്ട് ചെയ്യേ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അയ്യോ സോറി അങ്കിൾ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആരും മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യില്ലല്ലോ മോനെ. അത് ഫോണിൽ സംസാരിച്ചോണ്ട് വന്നപ്പോ ബൈ മിസ്റ്റേക്ക് വണ്ടി അറിയാതെ കുഴിയിലായിപ്പോയി അങ്കിൾ. എന്റെ ഭാഗത്തും തെറ്റുണ്ട് മോനെ. വണ്ടി പോകുന്ന സ്ഥലമല്ലേ, ഈ കുഴിയുടെ അടുത്തൂടെ ഞാനും